ഹരേ കൃഷ്ണ. നമ്മുടെ വൈദിക കലണ്ടർ എത്ര മനോഹരമാണ്. അതായത് ഒരു വർഷത്തെ കണക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സൂര്യന്റെ സമയത്തെയും ചന്ദ്രന്റെ സമയത്തെയും ഒരുപോലെ കൊണ്ടുപോകുന്നു. നമുക്കറിയാം, നമുക്ക് രണ്ട് തരത്തിലുള്ള കലണ്ടർ ഉണ്ട്, സൂര്യ കലണ്ടറും ചന്ദ്ര കലണ്ടറും. സൂര്യ കലണ്ടർ അനുസരിച്ച് നമുക്ക് 360 ദിവസമാണ് എങ്കിൽ ചന്ദ്ര കലണ്ടർ അനുസരിച്ച് നമുക്ക് 354 ദിവസമാണ് വരുന്നത്. ഈ രണ്ട് കലണ്ടറും തമ്മിൽ ഒരു വർഷത്തിൽ ഏകദേശം 11 ദിവസത്തെ വ്യത്യാസമാണ് വരുന്നത്. അങ്ങനെ 3 വർഷം കൂടുമ്പോൾ ഈ രണ്ട് കലണ്ടറും തമ്മിൽ ഏകദേശം 30 ദിവസത്തെ വ്യത്യാസമാണ് വരുന്നത്. ഈ ഒരു മാസത്തിന്റെ ഗ്യാപ്പ് നികത്തുന്നതിന് വേണ്ടിയിട്ട് 3 വർഷത്തിന് ഇടയിൽ ഒരു അധിക മാസം വന്നു ചേരുന്നു. ഇംഗ്ലീഷ് കലണ്ടറിൽ നമുക്കറിയാം 4 വർഷം കൂടുമ്പോൾ ഒരു ലീപ്പ് ഇയർ വരുന്നതായിട്ട്. അതായത് അങ്ങനെ വരുന്ന ഒരു വർഷത്തില് ഫെബ്രുവരി 28 ദിവസത്തിന് പകരം 29 ദിവസം വരുന്നതായിട്ട് കാണാം. അതുപോലെയാണ് ഈ അധിക മാസവും. ഈ അധിക മാസത്തെ ചിലർ മലമാസം എന്ന് വിളിക്കുന്നു. എന്നാൽ ഈ അധിക മാസത്തെ പുരുഷോത്തമ മാസം എന്ന് എങ്ങനെ വിളിക്കപ്പെട്ടു എന്ന് ഉള്ളത് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഓരോ മാസത്തിനും, അതായത് 12 മാസത്തിനും അതിൻ്റെതായ അടിസ്ഥാന ഒരു ദേവി ഉണ്ടെന്നുള്ളത്. എന്നാൽ ഈ അധിക മാസത്തിൽ മംഗളകരമായ യാതൊരു കാര്യങ്ങളും നടക്കുന്നില്ല. അതായത് കല്യാണമോ അതുപോലെയുള്ള ശുഭകരമായ കാര്യങ്ങളെ, ഗൃഹപ്രവേശം, അങ്ങനെ ഒരു കാര്യവും തന്നെ നടന്നു വന്നിരുന്നില്ല. അങ്ങനെ ഈ അധിക മാസത്തിന്റെ അടിസ്ഥാന ദേവി വളരെയധികം ദുഃഖിതയാകുകയും ആ ദേവി ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ട് തന്റെ സങ്കടം ഉണർത്തിക്കുകയും ചെയ്തു. വളരെയധികം ദയാലുവായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവിയുടെ പ്രാർത്ഥന കേൾക്കുകയും അതുപോലെ തന്നെ ആ മാസത്തെ ഏറ്റവും വലിയ പവിത്ര മാസമായി മാറുകയും തന്റെ തന്നെ പേരായിട്ടുള്ള പുരുഷോത്തം എന്ന പേര് ആ മാസത്തിന് നൽകി പുരുഷോത്തം മാസം എന്ന പേരായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ എല്ലാ പൊട്ടൻസിയും അദ്ദേഹം ആ മാസത്തിന് നൽകിക്കൊണ്ട് ആ മാസത്തെ ഏറ്റവും വളരെ മംഗളകരമായ മാസമാക്കി മാറ്റി. നമുക്കറിയാം, ഭഗവാനെ പുരുഷോത്തം എന്നും വിളിക്കപ്പെടുന്നു. അതായത് ജഗന്നാഥ്, അതായത് പുരിയിലെ ജഗന്നാഥ് ഭഗവാനെ പറ്റി എല്ലാവർക്കും അറിയാം. അദ്ദേഹം ആ ജഗന്നാഥ് ഭഗവാനെ പുരുഷോത്തം എന്നും വിളിക്കപ്പെടുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജഗന്നാഥ് പുരിയെ പുരുഷോത്തം ധാം എന്നും അറിയപ്പെടുന്നു. അത് അങ്ങനെ തന്റെ തന്നെ നാമം നൽകിക്കൊണ്ട് ആ മാസത്തെ വളരെയധികം പുണ്യമാസമായിട്ട് അദ്ദേഹം മാറ്റി. ആർക്ക് ഒക്കെ ആത്മീയമായിട്ട് പുരോഗതി പ്രാപിക്കണമോ അവർക്കെല്ലാം ഈ ഒരു പുരുഷോത്തമ മാസത്തിന്റെ വ്രതാനുഷ്ഠാനങ്ങൾ കൂടെ എല്ലാം, അതായത് ആത്മീയ പുരോഗതി നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ നരസിംഹലീലയിൽ നമുക്ക് കാണാം, ഹിരണ്യകശിപു തന്റെ അമരത്വം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പല വരദാനങ്ങളും ബ്രഹ്മാജിയോട് ചോദിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ചിലതൊക്കെ നമുക്കറിയാം. അതായത് പകൽ സമയത്തും രാത്രി സമയത്തും താൻ വധിക്കപ്പെടരുത്, അതുപോലെ അകത്തും പുറത്തും വധിക്കപ്പെടരുത്, അതുപോലെ മൃഗത്താലും മനുഷ്യനാലും താൻ വധിക്കപ്പെടരുത്. അത് മാത്രമല്ല, ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മാസത്തിലും താന് കൊല്ലപ്പെടരുതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ഭഗവാനെ വിഡ്ഢിയാക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഭഗവാൻ ഹിരണ്യകശിപുവിനെ കൊല്ലുന്നത് ഈ ഒരു അധിക മാസമായിട്ടുള്ള പുരുഷോത്തം മാസത്തിലാണ്. ഇനിയുള്ളത് എങ്ങനെ നമുക്ക് ഈ ഒരു പുരുഷോത്തം മാസ വ്രതം നമുക്ക് നോക്കാം എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഭഗവാന്റെ നാമം ജപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടുതൽ നമുക്ക് ജപത്തിന്റെ എണ്ണം കൂട്ടാം. അതായത് ഭഗവാന്റെ നാമം ജപിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ഭഗവാന്റെ നാമം ജപിച്ചു തുടങ്ങാം. ജപമാല ഉണ്ടെങ്കിൽ ജപമാലയിൽ ജപിക്കുകയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അത് ജപമാല ജപിക്കുന്നതിനായിട്ട് അറിയത്തില്ലെങ്കിൽ അത് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാവുന്നതാണ്. അതുകൂടാതെ ഈ ഒരു മാസത്തില് ഭഗവത്ഗീത മാക്സിമം ദിവസം ഒരു 3-4 ശ്ലോകം വെച്ചെങ്കിലും നമുക്ക് വായിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതിൽ കൂടുതൽ വായിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് ഭഗവത്ഗീത മൊത്തം വായിച്ച് തീർക്കാനും സാധിക്കും. അതുകൂടാതെ തുളസി മഹാറാണിയെ പൂജ ചെയ്യാം. തുളസി മഹാറാണിക്ക് ആരതി അർപ്പിക്കാം, അതുപോലെ ജലം അർപ്പിക്കാം. തുളസി മഹാറാണിയെ നമുക്ക് 4 വട്ടം ദിവസവും വലം വയ്ക്കാം. അതുകൂടാതെ തുളസി മഹാറാണി ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തയാണ്. അപ്പം ദിവസവും തുളസി മഹാറാണിയെ നമുക്ക് ഭഗവാന് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുകയും ചെയ്യാം. കൂടാതെ ശ്രീമദ് ഭാഗവതം വായിക്കാം. അഥവാ വായിക്കാൻ സമയം സാധിച്ചില്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് എങ്കിലും അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ഈ ഒരു മാസത്തെ വളരെയധികം പുണ്യമാസമായിട്ട് നമുക്കെല്ലാം അനുഷ്ഠിക്കാവുന്നതാണ്. അങ്ങനെ ഈ ഒരു പുരുഷോത്തമ മാസം, അതായത് ഈ ഒരു വർഷം പുരുഷോത്തമ മാസം വരുന്നത് മെയ് 17 തൊട്ട് 30 ദിവസമാണ്. ജൂൺ 15 വരെയാണ് ഈ ഒരു പുരുഷോത്തം അധിക മാസം വരുന്നത്. ഈ ഒരു മാസത്തെ എല്ലാവരും വളരെ നല്ല രീതിയോട് കൂടി അനുഷ്ഠിക്കുവാനായിട്ട്
ശ്രമിക്കണം. ആത്മീയമായിട്ട് പുരോഗതി നേടാനായിട്ട് വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒരു മാസമാണ്. അങ്ങനെ ഈ മാസത്തെ ഒരു ബമ്പർ ഓഫറായിട്ട് കണക്കാക്കി എല്ലാവരും ആ മാസത്തിന്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി നന്നായിട്ട് ഭക്തി പരിശീലിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്.